ക്യാൻറ്റീൻ ഇതാണ് ക്യാൻറ്റീൻ. ഈ ക്യാൻറ്റീനിലാണ് ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ദൂരെ ആയതുകൊണ്ട് ആർക്കും കൊണ്ട് തരാൻ പറ്റില്ല ഭക്ഷണം. ഞങ്ങൾക്ക് നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. ദൂരെ ആയതുകൊണ്ട് ആർക്കും കൊണ്ട് തരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ദിവസം ഇവിടെ വന്നിട്ട് വാങ്ങിക്കും. വൈകുന്നേരം 2 കഞ്ഞി വാങ്ങിച്ച് 3 പേരും കൂടി കുടിക്കും. ഉച്ചയ്ക്ക് 2 ചോറ് വാങ്ങി 3 പേരും കൂടി ഉണ്ണും. രാവിലെ ഓരോ ഉപ്പുമാവ്, അതാണ് ഞങ്ങൾക്ക്. നല്ല ക്യാൻറ്റീൻ, നല്ല വൃത്തിയുണ്ട്. നല്ല ഓരോരോ കടകളിൽ പോയി വൃത്തിയേ ഉണ്ടായില്ല. ഇവിടെ നല്ല വൃത്തിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പോയിട്ട് ഞങ്ങൾ ഒന്നും കഴിച്ചില്ല. തേങ്ങാപ്പാലും ചായ തന്നെ കുടിച്ചു. 11 മണി ഇവിടെ ആയിട്ടില്ല. അപ്പോൾ എന്താണ് കിച്ചണിൽ നമ്മൾ അവിടെ നിന്ന് പൈസ കൊടുത്ത് ടോക്കൺ എടുത്തിട്ട് ഇവിടെ പോയിട്ട് കഴിക്കുക. ഇത് വന്നിട്ട് എല്ലാ സാധനവും ഉണ്ട്. കുട്ടികൾക്കുള്ളത് ബെഡ്, മുൻകണ്ണി കട, കളിപ്പാട്ടങ്ങളൊക്കെ. അതൊന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. നമ്മുടെ കുട്ടികളായിട്ടില്ല. ചോദിക്കേ, കുറച്ചും കൂടി ആയല്ലോ. അത് വേണം പറയുക. അതാണ് ഞങ്ങളുടെ അഹല്യ ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ. റിസപ്ഷൻ ഇവിടെ വന്ന് എല്ലാവരും ഇരിക്കുക. ഈ സൈഡിൽ കൂടെ പോയാൽ കേശുവാലിറ്റി, ഇതേ സൈഡിൽ കൂടെ പോയാൽ ഇതേ പോകണം. ഇത് ഫ്രണ്ട്. നമ്മൾ പോയി നിൽക്കുമ്പോഴേക്കും താനേ തുറക്കും. തുറന്നു. പിന്നെ എന്താ, വണ്ടി പാർക്ക് ചെയ്യണ സ്ഥലം. ഈ വണ്ടി വന്നിട്ട് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിടും. ഗേറ്റ് വരെ കൊണ്ടുവിടും. ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരും. വരുമ്പോൾ എല്ലാ ഹോസ്പിറ്റലും കയറും. ആയുർവേദം, അപ്പൻഡിക്സ്, കണ്ണാസ്പത്രി, എല്ലാത്തിലും വന്ന് ഇറങ്ങണവനെ ഇറക്കി വിടും, കയറ്റുന്നവനെ കയറ്റി വിടും. ആ വണ്ടി. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് കാർ പാർക്കിംഗ്. ഫ്രണ്ട്. ഞങ്ങൾ അന്ന് 2 മാസം ഇരിക്കുമ്പോൾ കുറച്ച് എടുക്കാൻ വിചാരിച്ചാണ്. നിറയെ സ്ഥലങ്ങളുണ്ട്. ഉള്ളിൽ കാഴ്ചകളൊക്കെ ഒരുപാട് കാണാനുണ്ട്. കല്യാണ മണ്ഡപമൊക്കെ ഉണ്ട്. കുട്ടികളിങ്ങനെ ഇരിക്കുക കാരണമൊക്കെ പിന്നെ ടെൻഷൻ കൊണ്ട് ഞങ്ങൾ അപ്പോൾ ഒന്നും എടുത്തില്ല. ഇതാ ഞങ്ങളുടെ വണ്ടി. അതാ നിൽക്കുന്നത് ഞങ്ങളുടെ വണ്ടി. ഇതാ ഞങ്ങളുടെ വണ്ടി നാനോ. ഞങ്ങൾ പോവുകയാണ്. 15-ാം തീയതിക്ക് ശേഷം പോളിയം വയ്ക്കാൻ വരണം. പുറമേ വയ്ക്കുമ്പോൾ കുട്ടികൾക്ക് വേദനയും 2-3 ദിവസം പനിയൊക്കെ ഉണ്ടാകും പറയുന്നേ. ഇവിടെ ആകുമ്പോൾ അത്ര ഇല്ല. ഇത്തിരി നേരം പനിച്ചുള്ളൂ. അപ്പോൾ